എന്തെയ്യോടി? പഠിക്കാ. എന്റെ അമ്മ എന്തേ ഞാൻ ഇതുവരെ പഠിക്കാൻ കണ്ടിട്ടില്ലേ? പറയാതെ എന്നിട്ട് പഠിക്കണ ഞാൻ കണ്ടിട്ടില്ല. ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ എംബോസിഷൻ ആണെന്ന് തോന്നുന്നല്ലോ എഴുത്ത് കണ്ടിട്ട്. എംബോസിഷൻ ഒന്നും അല്ല. ആ കവിതയുടെ അസ്ഥിര തുടങ്ങി പഴയ ബുക്കും ചോന്നുണ്ടല്ല. പിന്നെ പാടം ചൊല്ലിപ്പടിച്ചും തല്ലിപ്പടിച്ചും ഞാനും ഇവള് പാടുമ്പോഴേ ഇത് നിനക്കുള്ളതല്ല. ഇത് 10ാം ക്ലാസ്സിലേക്കുള്ള പാഠപുസ്തകങ്ങളാണ്. അവള് 10ാം ക്ലാസ് എത്തുമ്പോഴത്തേനും അത് മാറും. എനിക്കറിയാം 10ാം ക്ലാസ്സിൽ അവള് എത്തുമ്പോൾ അത് അവള് പഠിച്ചു പോക്കോളും. പക്ഷെ 10ാം ക്ലാസ് പാസ്സാവാത്ത വേറെ ചിലരും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. ആര് പറഞ്ഞു ക്ലീറ്റോ 10ാം ക്ലാസ് പാസ്സായതാണല്ലോ? ഞാൻ 10ാം ക്ലാസ് പാസ്സായി. 10ാം ക്ലാസ് പാസ്സാകാത്ത വേറെ ഉണ്ടല്ലോ ചില ആളുകൾ ഇവിടെ. ആ അത് ഞാൻ പാസ്സാവാഞ്ഞതേ നിങ്ങൾ കാരണം. ഞാൻ ക്ലാസ്സിൽ ഇരിക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? കണ്ടും കൈയും കാണിച്ചു മണിക്കൂർ ഞാൻ കാരണമാണല്ലോ. അതെ. ആ അങ്ങനെയാണെങ്കിൽ അത് എന്റെ മനസ്സിൽ ആ കുറ്റബോധം കിടന്ന് ഇങ്ങനെ നുഴയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അതുകൊണ്ട് ഞാൻ അതിന്റെ പ്രായച്ചിത്തം ചെയ്യാൻ പോകും തീരുമാനിച്ചു. അതെ, ഈ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയെടുക്കണം. പൊട്ടായോ ക്ലീറ്റോന്? ഞാൻ 10ാം ക്ലാസ് പരീക്ഷ അതെ സംഗതി. ഇനിയിപ്പോൾ നാളെ മുതൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ബുക്കൊക്കെ വായിച്ച് എല്ലാം 10ാം ക്ലാസ് പരീക്ഷ പാസ്സായി. നമുക്ക് ഇപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു കുറവ്. എന്തോ സത്യം പറ, ഈ വണ്ടി ഇപ്പൊ എങ്ങോട്ട് ഓടിച്ചിട്ട് പോണേ? ഈ വണ്ടി ഇപ്പൊ നേരെ ഇങ്ങനെ ഓടി 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 ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ചെന്ന് നിൽക്കും. എന്തിന്? അവിടെ ഒരു പ്യൂൺ വേക്കൻസി ഉണ്ട്. അതും 10ാം ക്ലാസ്സും തമ്മിൽ എന്താ ബന്ധം? 10ാം ക്ലാസ് പാസ്സായവർക്ക് ആ പ്യൂൺ വേക്കൻസി കിട്ടൂ. എന്നെ വിടാനാ? ക്ലീറ്റോന് പോയിക്കൂടെ? ക്ലീറ്റോ 10ാം ക്ലാസ് പാസ്സായതല്ലേ? ക്ലീറ്റോ പോയാലും പ്യൂൺ വേക്കൻസി. ഡാഡിയെ പോലെ ഒരു പ്രമുഖൻ പ്യൂണായിട്ട് ഒരു ബാങ്കില്. എന്താണ് എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? പ്രമുഖനാന്ന് ക്ലീറ്റോനല്ലേ അറിയുള്ളൂ, ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ലല്ലോ. എന്നാ ഇനിയിപ്പോ അറിയാതെ നീ മനസ്സിലാക്കും ഞാൻ ആരാണെന്ന്. നിനക്ക് ഈ ജോലി മേടിച്ച് തരുമ്പോ നിനക്ക് ഒരു മതിപ്പുണ്ടാവുമല്ലോ. ക്ലീറ്റോ ശരിക്കും പറയണതാ? ആ തമാശക്ക് പറയാം. നടക്കൂലോ ക്ലീറ്റോ. വെള്ളം വാങ്ങി വെച്ചോ? അങ്ങനെയൊന്നുമില്ല. വെള്ളം വാങ്ങേണ്ടതൊക്കെ ഞാൻ തീരുമാനിക്കും. നീ എന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ പറയണ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ക്ലീറ്റോ ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ എങ്ങനെ? അല്ല എനിക്കിനി എഴുതാൻ പറ്റില്ല. ഞാൻ എഴുതി ഒരു പ്രാവശ്യം പാസ്സായി. ഞാൻ എഴുതില്ല. പോയിക്കേ എന്നിട്ട് പോയിക്കേ. അതെ, കൂടുതൽ ആളായ സംഘം. അതായത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മോർണിംഗ് ആൻഡ് ഈവനിങ് ബ്രാഞ്ചിൽ ഒരു പ്യൂൺ വേക്കൻസി ഉണ്ട്. അത് ഗോപിയേട്ടാണ് അവിടുത്തെ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം എന്നെ രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞാണ്, ക്ലീറ്റോ തങ്കത്തിന് നമുക്ക് എങ്ങനെയല്ല ഇവിടെ കയറ്റാം, ഉടനെ തന്നെ വേക്കൻസിക്ക് വിളിക്കും. അപ്പൊ തന്നെ ഇല്ലാന്ന് പറയായിരുന്നില്ല. ഞാൻ വായിക്കാൻ കൂടെ അറിയില്ല. ഞാൻ ചോദിച്ചോട്ടെ, അതെ എന്റെ പൊന്നുകൂടെ എത്ര നാളെന്ന് പറഞ്ഞാണ് ഇതിൽ ചവിട്ടിയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ടു. ഞാനാ കഷ്ടപ്പെട്ടോളൂ. എനിക്കത് സഹിക്കില്ല. ക്ലീറ്റോ വേണ്ട, ഇത് നടക്കൂല. എനിക്ക് അറിയില്ല ക്ലീറ്റോ. 4 അക്ഷരം പഠിക്കണമെന്ന് പറയാൻ നിനക്ക് നാണക്കേടാടി. നിനക്ക് മറ്റേ തൊഴിലുറപ്പിൽ ചുമ്മാ അവിടെ പോയി വെളയിൽ പോയി നുണയും കുണ്ടണിയും പറഞ്ഞ അതാണ് നിനക്ക് ഇഷ്ടമല്ലേ? ഇത്തിരി കഷ്ടപ്പെട്ടാലേ നമുക്ക് കര കയറാൻ പറ്റും. കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മളിപ്പോ ഇത് വിട്ട് കളഞ്ഞാൽ വേറെ ആരെങ്കിലും കൊണ്ടുപോകും. വേക്കൻസിക്കൊക്കെ പൈസ കൊടുക്കാൻ ആളുണ്ട്, അതറിയാവോ? ഇതിപ്പോൾ നമുക്ക് ഗോപിയേട്ട നമ്മളോടുള്ള ഒരു ബന്ധം വെച്ചിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് എന്നെ പൊന്നു പോലെ നാളെ മുതൽ നല്ല കുട്ടിയായിട്ട് പറയണ്ട. ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ട് ഒളിച്ചു പോകട്ടെ. എന്നെ പരീക്ഷ എഴുതിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് പോകും. ഞാൻ നിന്നെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ട് പഠിപ്പിക്കും. ഒരു കാര്യം പറയാം, മര്യാദയ്ക്ക് ഇത് എങ്ങനെയാലും ജോലി ഒപ്പിക്കാൻ നോക്കണം. ഒന്നുമല്ല, ഇനി സംസാരമില്ല. അതെ, നിനക്ക് പേടിയുണ്ടല്ലോ. ഈ പേടി വേണം നമ്മൾ ഉള്ളിൽ കിടന്നിട്ട് ഈ പരീക്ഷ നേരിടാൻ. അതിന്റെ പേടിയല്ല, എനിക്ക് ബുക്ക് കാണുമ്പോ ഇഷ്ടമല്ല. ഒന്നുമില്ല, തങ്കം നാളെ മുതൽ SSLC തത്തുല്യത പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നു ക്ലീറ്റോയുടെ മേൽനോട്ടത്തിൽ. പിന്നെ ബാക്കിയുള്ള കുറവും സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവൾ പറഞ്ഞുതരും. ഓക്കെ? പിന്നെ അടുക്കളയിൽ കാരണം പരിപാടിയൊന്നുമില്ല. ഞാനൊരു ടൈം ടേബിൾ തയ്യാറാക്കി തരും. അതനുസരിച്ചിട്ടാണ് ഇനി കാര്യങ്ങൾ. രാവിലെ 5 മണിക്ക് എണീറ്റോണം. 5 മണിക്ക് എണീറ്റ് വൃത്തിയായി കല്ല് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചായ തരും. അതും കുടിച്ചോണ്ട് തുടങ്ങണം പഠിത്തം കേട്ടോ. പിന്നെ രാത്രി നമുക്കൊരു എത്ര മണി വരെ? 11 മണി വരെ പഠിക്കണം. ഒരു 12-1 മണി വരെയൊക്കെ ഇരുത്താം. മറ്റേ പരിപാടികളൊക്കെ ഉണ്ട് നിന്നെ ചെയ്യില്ല, അതൊക്കെ നമുക്ക് ചെയ്യിക്കാം. അപ്പൊ ഈ ജോലിയാണ് നമ്മുടെ മനസ്സിലെ ടാർഗറ്റ്. ഓക്കെ? ലക്ഷ്യം ഇനി മുതലുള്ള ലക്ഷ്യം ഇതായിരിക്കും. അത് പറഞ്ഞു കൊടുക്കുക. ലക്ഷ്യം വേണം നമുക്ക് അല്ലേ? ഞാൻ പറഞ്ഞുതരാം. കുറെ ഇതുണ്ട് ഇടയ്ക്കിടയ്ക്ക് നിന്നോട് ഇവള് പറയുന്നത്. അതെല്ലാം ഇനി തിരിച്ച് പറഞ്ഞു എന്നാലേ നമുക്ക് അമ്മയ്ക്ക് ഒരു ഊർജ്ജം കിട്ടും കേട്ടോ മക്കളെ.
ബുക്കുകളൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചോ. ഇതിലൊക്കെ അമ്മയുടെ പേര് എഴുതിക്കോ കേട്ടാ. വിചാരിച്ച നടക്കാത്ത എണ്ണൂറ് അമ്മയുടെ പേര് എഴുതി വെച്ചോ ഇതിൽ. മാറിപ്പോണ്ട. സ്വപ്നമല്ല അല്ലേ നീ കണ്ട അതുകൊണ്ട് ആര് തൂത്തോണ്ടിരിക്കണം നോക്ക്. അല്ലേ നമ്മുടെ ക്ലീറ്റ് അളിയാ തൂക്കണ അളിയാ. അല്ലടാ തറയ്ക്ക് ചെറിയ ചൊറിച്ചില്ല, ഞാൻ മാന്തി കൊടുക്കണം. നിനക്ക് ചൊറിയണ? എനിക്ക് ചൊറിയില്ല, ഞാൻ കുളിച്ചിട്ട് വന്ന്. അതുകൊണ്ട് എനിക്ക് ചൊറിയില്ല. അളിയ എന്ത് എത്രയും ചൊറിച്ചില്? അളിയ കുറച്ച് ദിവസം മുമ്പ് ഈ കിണറ്റിനകത്ത് ഇറങ്ങി കുളിച്ചില്ലേ അളിയ, എന്നിട്ടും ചൊറിച്ചിൽ മാറിയില്ലേ? എന്റെ ചൊറിച്ചിൽ മാറണമെങ്കിലേ ഇവിടുന്ന് കുറെ അലവലാദികളൊക്കെ ഇല്ലാതാവണം. അതെനിക്കറിയാം അളിയ. അത് അളിയന്റെ ആഗ്രഹം ഏതാണെന്ന് അറിയാം. എന്ത് പറ്റി? എന്ത് തങ്കത്തിന് സുഖമില്ലേ? ഈ തങ്കത്തിന്റെ സുഖം വരും നിരക്കാം. തങ്കത്തിന് ഒരുപാട് അസുഖം ഉണ്ടോ? എന്താ? അല്ല, തങ്കത്തിന് സുഖമില്ലായിരുന്നപ്പോൾ ഒരാളി ഇത് ചെയ്യൂലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നത്. ഡേ നീ എന്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നടക്കണ്ട. നീ പഞ്ചായത്തിലെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി കേട്ടോ. അല്ല, ഈ പഞ്ചായത്തിലല്ലേ ഈ വീട്, അപ്പൊ ഇതും കൂടെ അന്വേഷിക്കണ്ടേ? എന്നാ ഇവിടെ അന്വേഷിക്കണ്ട. ഇതിനെ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ഒഴിവാക്കാൻ പോവുകയാണ്. ആണോ? ഒന്നുമില്ലെങ്കിൽ ഞാൻ കൊച്ചിലേ ജനിച്ച് കളിച്ച് വളർന്ന വീടല്ലേ അളിയ? ഓഹോ, അതൊക്കെ കൊച്ചിലെ. ഇപ്പൊ നീ കൊച്ചല്ല. അളിയ എന്താ നന്നാവാൻ തീരുമാനിച്ചത്? നന്നായി. ആ തങ്കത്തിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് കഷ്ടം എനിക്ക്. ഏതെങ്കിലും ഒരു നല്ല തറവാടിയെ കെട്ടി സുഖമായി ജീവിക്കണ്ട. ഇതിപ്പോ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയി. നീ തറവാടി എന്ന് ഉദ്ദേശിച്ച ആരാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ തറവാടിത്തൊന്നും വിളമ്പാൻ എന്നെ കൊണ്ട് വേണ്ട. നീ തറയായി പോവും. അല്ലേ പൂര്, ഞാൻ കാണട്ടെ. ഞാൻ തൂത്തോളാം. നീ ചെല്ല്. അളിയാ, പിന്നെ ഒരു കാര്യം, നീ എന്തായിരുന്നാലും നന്നാവാൻ തീരുമാനിച്ചു. നമ്മളെ അവിടെ സാക്ഷരതാ ക്ലാസ് കിടക്കുന്നുണ്ട്. അവിടെ ഒന്നൊരു 4 അക്ഷരം കൂടെ പഠിക്കും. അപ്പോൾ കുറച്ച് വിവരമെങ്കിലും പറ്റും. എടാ നിന്നെ പോലുള്ള അലവലാദികളോട് ഇടപെടാൻ എനിക്ക് ഇത്രയും വിവരം വിദ്യാഭ്യാസം മതി കേട്ടോ. ഇത് തന്നെ കൂടുതലാണ്. പോടാ. അതെനിക്കറിയാം, അതുകൊണ്ടല്ലേ അളിയാ ഈ ഇതായിട്ട് നടക്കല്ലേ, അത് രാഷ്ട്രീയക്കാറ്റ് നടക്കല്ലേ, കള്ള രാഷ്ട്രീയക്കാര്. ഏതെങ്കിലും 2 പോസ്റ്റ് നേരെ എഴുതാൻ എനിക്കറിയാമോ? 10 വാരി എഴുതിയ 5 അക്ഷരം തെറ്റി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ എഴുത്തും പോസ്റ്റ് ഒട്ടിക്കലൊക്കെ നിർത്തി. പിന്നെ DTP ഇപ്പൊ DTP. എടാ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. നീ അധികം നിന്ന് നിന്റെ കഷിന്റെ തലയിൽ വെയിൽ കൊള്ളിക്കണ്ട. ചിലപ്പോ ഭ്രാന്ത് വരും. ഞാൻ വന്നതിന് ശേഷം എനിക്കല്ലേ അളിയാ ഭ്രാന്ത്, വേറെ കുറെ പേർക്ക് കൂടെ ഭ്രാന്തുള്ളത് തുടങ്ങി. എടുത്തോണ്ട് പോടാ. അളിയാ ഒന്ന് ദൂരം അളിയാ, സൗകര്യടാ. ഞാൻ ഒന്ന് കാണട്ടെ അളിയാ, ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്ക് ഇടാ അളിയാ. ചൊറിയാതെ എടുത്തിട്ട് പോടാ. ഇറങ്ങിക്കോളൂ വാർത്തമാരും. മനുഷ്യനെ സ്വസ്ഥമായിട്ടൊരു ജോലിയും ചെയ്യാൻ സമ്മതിക്കൂല. മിക്കവാറും യവന്റെ അന്ത്യം എൻ്റെ കൈയുണ്ടായിരിക്കും. അമ്പിളിക്കൂട്ടൻ. അമ്മ ഞാൻ ഇപ്പൊ എഴുതി. അമ്മ പാടി, ഞാൻ ഇപ്പൊ എഴുതി തീരും ക്വസ്റ്റ്യൻ. രാവിലെ ഇറങ്ങിക്കോളെ. പാതാളത്തിലോട്ട് പോകണ വഴി ഏതെന്ന് തലയ്ക്ക് സുഖമില്ലാത്തന്നെ. അപ്പോൾ പുട്ടും കടലക്കറിയും മതിയല്ലോ. ചപ്പാത്തി ഉണ്ടാക്കാം നമുക്കിന്ന്. അതിന് നീ എവിടെ പോകണം? ഞാനുണ്ടാക്കാം.
പരിപാടിയൊന്നും വേണ്ട, പൊന്നുമോളിന്ന് പഠിക്കും. എന്റെ ചപ്പാത്തി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല, ഇപ്പം ഞങ്ങൾക്ക് ഇച്ചിരി രുചി കുറഞ്ഞാലും ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി കഴിച്ചാൽ മതി. ചപ്പാത്തി മുട്ടക്കറിയും മതിയല്ലോ. മതിയല്ലോ. ഞാനിത് പഠിച്ചു കഴിഞ്ഞൂന്നേ. ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി തീരും. ഇപ്പൊ എഴുതി തീരും. ക്വസ്റ്റ്യൻ ചോദിക്കടി. പഠിച്ചു. അതെ അതാ നിസ്സാര കളിയല്ല കേട്ടല്ലോ. എഴുതിക്കോ. ആ എഴുതാനൊന്നും പറ്റുമൊന്നുമില്ല എനിക്ക്. എടി അവള് പറയണ കേട്ട് അങ്ങോട്ട് എഴുതിക്കേ. ഞാൻ പഠിച്ചിട്ടുണ്ടെന്നേ. അങ്ങനെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറ്റൂല. നമുക്ക് ബോധ്യമാവണം. ഞാൻ അതിന്റെ ആൻസർ അങ്ങോട്ട് കാണാതെ തല കയറൂല. ഇത് കാണാതെ ആൻസർ എഴുതിയാലേ നമുക്കത് വിശ്വസിക്കാൻ പറ്റൂ. ഞാൻ അങ്ങോട്ടൊന്ന് എഴുത്. ഇതൊക്കെ അടച്ചു പിന്നെ മുട്ട നമ്മൾ അവിക്കാനായിട്ട് അതിലിടുമ്പോ എത്ര സമയം ഇട്ടേക്കണം? അല്ല അല്ല കാണിക്കണ്ട, പറഞ്ഞാൽ മതി. എനിക്ക് ഓർമ്മയുണ്ട്. എത്ര സമയം? ഒരു 10-20 മിനിറ്റ്. ഈ മുട്ട കറക്കാൻ നേരത്ത് കറങ്ങിയ. ഹലോ മതി. അവിടെ അത് ശ്രദ്ധിക്കും. ഞാൻ നോക്കിക്കോളാം. പറഞ്ഞോടത്ത് തന്നെ പറഞ്ഞു. ഏത് അമ്മയ്ക്ക് അറിയാമെങ്കിൽ ഞാൻ തോറ്റു നോക്കിക്കോ. തോറ്റോ പോന്ന്. അതെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ തങ്കം. മുട്ട 3 ഇരുന്നില്ല, അത് താഴെ വീണ് പൊട്ടിച്ചു. ഞാൻ മനപ്പുറട്ടല്ല, പാത്രം എടുത്തപ്പോൾ അറിയാതെ താഴെ വീണ് പൊട്ടി. നമുക്ക് ഉള്ളിക്കറി വെച്ചാൽ പോരെ? അല്ല അത് മുട്ട ഇല്ലാതെ വെക്കാൻ എനിക്കറിയാം. അത് വേണ്ട. അല്ല ഞാൻ പറഞ്ഞു തന്നിട്ട് പോരാന്നേ. അത് വേണ്ട. തക്കാളി കറി ഇച്ച് ഞാൻ മുട്ട കറി ഉണ്ടാകും. അതായാലും മതി. ഡാഡി സൂപ്പറായി. അങ്ങോട്ട് മസാലക്ക് കൂടുതൽ ഇട്ടാണേ. അങ്ങോട്ട് അത് നോക്കണി. അമ്മ എഴുതല്ലേ. അയ്യോ അവിടെ ഈ ഇതിനകത്തുണ്ടല്ലോ. പഠിക്കണ്ട. ഒരു കയറെടുത്ത് ഇവിടെ കെട്ടി ഇവിടെ വെക്കാം. കഷ്ടപ്പെട്ട ഒരാളുടെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വേക്കൻസി ഒപ്പിച്ചു വെച്ചേക്കാം. നീ പറഞ്ഞില്ലോ ഞാൻ സഹിച്ചു. നിന്നെ വാശി പിടിപ്പിക്കരുത്. നിന്നെ 10ാം ക്ലാസ് പരീക്ഷ ഞാൻ അവിടെ വേണമെങ്കിൽ കൈക്കൂലെടുത്ത് ജയിപ്പിക്കും. അമ്മ അമ്മ പഠിക്കണല്ലേ? സമയം പോണേ. പഠിക്കല്ലേ? ടച്ചോണ്ടാ പഠിക്കണ. അമ്മ ഡാഡി കണ്ട എനിക്ക് വഴക്ക് കിട്ടേ. എടി നീ ഇതെന്നോട് പകരം വീട്ടണല്ലേ ഞാൻ എപ്പോഴും പഠിക്കാൻ പറയണ കാരണം അല്ലേ? അതാ എനിക്ക് മനസ്സിലാവണ്ട്. ശരിയാക്കി തരാടി. ഒരു കാര്യം പറയാൻ മറന്നുപോയി. അമ്മ നമ്മളെ സ്കൂളിൽ ഒരു കൊച്ചിനൊരു അസുഖം, ഭയങ്കര വലിയ അസുഖം എന്ന് പറഞ്ഞ. അപ്പൊ ചികിത്സാ സഹായത്തിന് വേണ്ടി എല്ലാ കുട്ടികളെയും 100 രൂപ വീതം വാങ്ങുന്നുണ്ട്. അപ്പൊ എനിക്ക് നാളെ 100 രൂപ കൊണ്ടുപോകണം അമ്മ. അയ്യോ എന്റെ കയ്യിലില്ല. ഞാൻ പഠിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടും. പാവം കൊച്ചല്ലേ? കൊച്ചൊക്കെ പാവായിരിക്കും. എന്റെ ഒരു പൈസ ഉണ്ട്. നിന്റെ ഡാഡി വരുമ്പോ ചോദിച്ചു നോക്ക്. ഡാഡിനെ പോരാ കൊണ്ടുപോയി. കിട്ടിയില്ലെങ്കിൽ കൊണ്ടുപോണ്ട. കഷ്ടല്ലേ? എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പഠിക്കുമായിരുന്നു. സൂചി കൊള്ളട്ടെ വിട്ടെ. കളിക്കരുത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു. അവളെ വായിച്ചു കഴിഞ്ഞിട്ട് വെച്ചതാ ക്ലീറ്റോ. ഞാൻ എഴുതുന്നോ? ഇവിടെ ഇരുന്ന് പഠിച്ചോളാം. നീ ഇവിടെ ഇരുന്ന് പഠിക്കും. നിനക്ക് ദേഷ്യം വന്നാലും കുഴപ്പമില്ല. ഇരിക്കവിടെ. നിനക്ക് വെച്ചിട്ടുണ്ടോ ഒരു കാര്യം പറഞ്ഞാൽ അത് ഉത്തരവാദിത്തമായിട്ട് ചെയ്യാൻ പഠിക്കണം കേട്ടോ. എടുത്ത് വായിക്കട്ടെ ഇങ്ങോട്ട്. നിൽക്കവിടെ കാര്യം പറയണത്. തയ്യാൻ പക്ഷേ എടുത്ത് ഞാൻ പുറത്തിറങ്ങിയോളായി. വായിക്കങ്ങോട്ട് ഓക്കെ. ഡാഡി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. സീരിയസ് ആണ് ഡാഡി. നമ്മളെ സ്കൂളിൽ ഒരു കൊച്ചിന് വലിയ അസുഖമാണെങ്കിൽ വല്ല ഡോക്ടറെ കാണിക്കാൻ പറയണം. അതല്ല, ഡോക്ടറിനെ കാണിച്ചു. പക്ഷെ ഭയങ്കര കുറെ പൈസ ആണ്. അവര് ഭയങ്കര പാവപ്പെട്ട ആൾക്കാരാ. അതുകൊണ്ട് സ്കൂളിൽ എല്ലാവരും കൂടി തീരുമാനിച്ച് ഓരോ കുട്ടിയിൽ നിന്ന് 100 രൂപ വീതം പിരിവ് വാങ്ങാണ്. അപ്പൊ ഡാഡി നാളെയാണ് ഡാഡി ലാസ്റ്റ് ഡേറ്റ്. ഒന്ന് തരുമോ ഡാഡി? 100 രൂപ മതി. ഇത് പിന്നെ എന്നാ കൊടുക്കണ്ടേ? നാളെ കൊടുക്കണം അല്ലേ? നാളെ ലാസ്റ്റ് ഡേറ്റാ? കാര്യം ചെയ്യും. നാളെ നീ ലീവ് എടുത്തോ. അതായത് നാളെ അമ്മ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള ഒരാൾ കാണാം. ഡാഡി ചിലപ്പോൾ ഒന്ന് പുറത്തു പോകും. അതുകൊണ്ട് നാളെ ലീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം സോൾവ് ആയി. ഇവിടെ കാര്യം നടക്കും. ഡാഡി എന്നായാലും പോണ്ട ദിവസം കൊടുത്തേ പറ്റുള്ളൂ. എല്ലാ ആൾക്കാരും കണക്ക് എഴുതും അവര്. അതെയോ? എങ്കിലേ ഫുൾ എമൗണ്ട് ആവുള്ളൂ. അതുകൊണ്ടാണ് 100. അങ്ങനെയാണെങ്കിൽ ടീച്ചറിനോട് പറയണം അമ്മയ്ക്ക് ഉടനെ ജോലി കിട്ടും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ 100 എന്നുള്ളത് നമ്മൾ 150 രൂപയായിട്ട് കൊടുക്കും. വാ
നീ വാ. ഞാൻ വരാം. വേണ്ട വേണ്ട, ഞാൻ അവക്കൊരു ഓംലെറ്റ് ഇത് ശരിയായി. ബുൾസ വേണോ ഓംലെറ്റ് വേണം? ഉടനെ ഓടല്ലേ. ബാ നീ അവിടെ ഭക്ഷണം ഞാൻ ഇവിടെ എത്തിച്ചു തന്നോളാം കേട്ടാ. ഓംലെറ്റ് വേണോ ബുൾസ വേണോ? എനിക്ക് രണ്ടു മറ്റേ മറിച്ച സൈഡില്ലേ? ഇത് മറിച്ച സൈഡാ. അതൊക്കെ എടുത്ത് വെക്കി വെച്ചേ. സത്യം പറഞ്ഞാൽ ഗോപിയേട്ടന് നമ്മളോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് ഇത് വേറെ ആർക്കും കൊടുക്കാതെ നമുക്ക് തന്നെ തരാമെന്ന് പറഞ്ഞു. മാത്രമല്ല എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇത് എഴുതിയെടുക്കണം. ഇത് നടക്കാതെ പോയുണ്ടല്ലോ, എൻ്റെ വലിയൊരു സ്വപ്നമാണ് തകർന്നു പോണേ. പാലായിൽ എൻ്റെ കുറേ അഴുക്ക ബന്ധുക്കളുണ്ട്, കുറേമാർ. അവൻ്റെയൊക്കെ ഭാര്യമാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും. അതിൻ്റെ ഒരു അഹങ്കാരം എൻ്റെ അടുത്ത് ഒന്ന് കാണിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എനിക്ക് ഈ ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് അവന്മാരെയൊക്കെ മുമ്പ് പോയി എന്നിട്ട് വിളിച്ച് പറയാൻ എൻ്റെ ഭാര്യ DCBയിലെ പിയൂണായിടാന്ന്. പഠിക്കും മോള് പഠിക്കും. പഠിക്കുമായിരുന്നു. ഭയങ്കര പഠിത്തം തന്നെ. നീ പഠിക്കണ്ട, പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ തന്നെ വരും. ഞാൻ പഠിച്ചോളാം. നീ പഠിക്കണ്ട, നിന്റെ ആഗ്രഹം പോലെ തന്നെ സംഭവിച്ചോളൂ. നീ ഇനി പഠിക്കുകയോ വേണ്ട. ഓ, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒപ്പിക്കാന്ന് വെക്കുമ്പോ എങ്ങനെ മനസ്സിലാതല്ലേ? എന്താ കുന്തം. ഞാൻ പഠിക്കണ്ടല്ലോ. പഠിക്കണം. നീ പഠിച്ചിട്ടൊരു കാര്യമല്ല. ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് ബുക്ക് എടുത്ത് നോക്കിയതാ മാത്സ്. നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. പറയണ്ടെന്ന് എന്തിനാ പറയണേ? ഞാൻ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അറിയാമോ? എല്ലാം പോയി. ഞാൻ അതിന് സമ്മതിച്ചല്ലോ. നീ സമ്മതിച്ചെന്ന് പറഞ്ഞിട്ട് നീ ആദ്യം എതിർത്തല്ലോ, അതുപോലെ തന്നെ സംഭവിച്ചു. ബാങ്കുകാർ അവരുടെ ആ തീരുമാനം മാറ്റി. ബാങ്കുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് പുതിയൊരു തീരുമാനത്തിലെത്തി. പിന്നെ പിയൂൺ വേക്കൻസിക്ക് SSLC-ക്കാർ പോരാ, ഡിഗ്രിക്കാരെ എടുത്താലേ മതിയാവുള്ളൂ. പഠിക്കണ്ട പോലും. എന്തൊരു സന്തോഷം പഠിക്കണ്ടെന്ന് പറഞ്ഞപ്പോ അല്ലേ? അതെ, എപ്പോഴും നീ പറയുമല്ലോ എന്തെങ്കിലും പറഞ്ഞാ 9ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ വിളിച്ചോണ്ട് പോയിട്ടാണ് നിനക്ക് 10ാം ക്ലാസ്സിൽ എഴുതിയെടുക്കാൻ പറ്റാത്തതെന്ന് ഇല്ലേ? ഇനി നീ ഇപ്പം എന്തായാലും പഠിക്കാൻ ഒരു ചാൻസ് വന്ന് ഇത്രയൊക്കെ ആയല്ലോ. ഇനിയും നീ ഇത് പഠിച്ച് എഴുതിയെടുക്കാതിരുന്നല്ലേ എൻ്റെ മനസ്സിലെ കുറ്റബോധം എപ്പോഴും ഇങ്ങനെ കിടന്ന് അലട്ടിക്കൊണ്ടിരിക്കും. ഇല്ല, സാരമുണ്ട് മോളെ. അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് ഈ പ്രാവശ്യം 10ാം ക്ലാസ് പരീക്ഷ എഴുതിയെടുത്തിട്ട് നീ അങ്ങോട്ട് പോയാൽ മതി കേട്ടാ. Alien versus Alien.